ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോ ഇട്ട് തുടങ്ങേണ്ട. അപ്പോൾ ഇന്ന് ഇലക്ഷനൊക്കെയാണ്. അപ്പോൾ ഇലക്ഷൻ്റെ ഒരു സമയത്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ അകത്തേക്കൊന്നും അധികം പിടിക്കാൻ പറ്റിയില്ല. ജസ്റ്റ് അവിടെ നല്ല ക്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കരുതി ഞാൻ ചെന്നപ്പോഴായിരുന്നു ക്യൂ എന്ന്. ഞാൻ ചെന്നപ്പോൾ ഒരു 10 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് അത്രയും ഒരു 10-20 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് വോട്ട് ചെയ്യാൻ പറ്റിയത്. ഉച്ച സമയമായിരുന്നു. അപ്പോൾ വെള്ളിയാഴ്ച എല്ലാവരും പള്ളിയിൽ പോകുന്ന ഒരു ടൈമായ കാരണം പെട്ടെന്ന് ചെയ്തിട്ട് പോരാൻ പറ്റി. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ എൻ്റെ വീട്. അപ്പോൾ ഉച്ചയ്ക്കത്തെ ലഞ്ച് അവിടെ വീട്ടിൽ പോയി കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ പോകണ്ട. അപ്പോൾ തേവയ്ക്കൽ സ്കൂൾ എന്ന് പറയുന്ന അവിടെ ഞാൻ പഠിച്ച ഒരു ക്ലാസ്സിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ വോട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ പഠിച്ച 8ാം ക്ലാസ്സിൽ വെച്ചായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ വീട്ടിൽ വന്നേക്കാണ്, എൻ്റെ വീട്ടിൽ. അപ്പോൾ അവിടെ വന്നതേ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിക്കണ്ട. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളിന്ന് ഇപ്പോൾ ബാംഗ്ലൂർ പോവുകയാണ്. അപ്പോൾ വൈകിട്ട് നമ്മൾ അപ്പോൾ ഒരു കല്യാണമുണ്ട്. അപ്പോൾ അപ്പോൾ ഏതായാലും പിന്നെ വെക്കേഷൻ ഒരു യാത്രയായി പിള്ളേരൊക്കെ ഒത്ത് എന്നൊക്കെ കരുതി നമ്മൾ പെട്ടെന്നായിരുന്നു കേട്ടോ. കല്യാണം നേരത്തെ നമ്മളുടെ അടുത്ത് പറഞ്ഞതായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകൻ്റെ കല്യാണമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതായിരുന്നു. പക്ഷേ എന്നാലും ശരിക്കും കൺഫേം ആയിട്ടുണ്ടായില്ല. 2 ദിവസം മുൻപാണ് നമ്മൾ പിന്നെ ട്രെയിനിൻ്റെ ടിക്കറ്റൊക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ അതേ ഇന്നിപ്പോൾ വൈകിട്ട് ഇപ്പോൾ വോട്ട് ചെയ്തു. പിന്നെ ഇവിടെ വീട്ടിൽ പോയി ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വൈകിട്ട് വന്നിട്ടാണ് ഇതേ ഇവിടെ ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ കല്യാണത്തിന് പോകാനുള്ളൊരു നല്ല ഡ്രസ്സ് എടുത്ത് വയ്ക്കണമല്ലോ. അല്ലെങ്കിൽ നമുക്ക് യാത്രയിലുള്ള വേണ്ട അതിൻ്റേതായ കുറഞ്ഞ ഡ്രസ്സൊക്കെ കൊണ്ടുപോയാൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും ഒരു ഡ്രസ്സ് ഒരു പാർട്ടി വെയർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതേ രാത്രി പോവുകയാണ്. അപ്പോൾ 9:10 ട്രെയിനാണ് കേട്ടോ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ബുക്ക് ചെയ്തപ്പോൾ കൺഫേം ആയതിന്നാണ്. അപ്പോൾ നമ്മളിതേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് പോകാമല്ലോ എന്നുള്ള രീതിയിൽ കാറിനാണ് പോകുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളും പിന്നെ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളും ഇതെല്ലാം ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ സ്റ്റേഷനിൽ എത്തിയേക്കാണ്. അപ്പോൾ ആലുവ സ്റ്റേഷനിൽ ഞങ്ങൾ ഇറങ്ങിയിട്ട് അപ്പോൾ അവർ കാർ പാർക്ക് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോയേക്കണ്ട. അപ്പോൾ ഞാനും അമ്മ ഇവിടെ വെയിറ്റ് ചെയ്യാണ് ഒരകത്ത്. അപ്പോൾ ഇനി നമുക്ക് 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കയറണം. അപ്പോൾ നമുക്ക് മേളിലെ ബ്രിഡ്ജ് കയറി വേണം നമുക്ക് അപ്പുറത്ത് എത്താനായിട്ടാ. അപ്പോൾ ഇനി കുറച്ച് സമയമുള്ളൂ, ഒരു 10-15 മിനിറ്റൊക്കെ ഉള്ളൂ നമുക്കിനി ട്രെയിൻ വരാനായിട്ട്. കറക്റ്റ് ടൈമിന് തന്നെയാണ് നമ്മളിവിടെ എത്തിയേക്കുന്നത്. അപ്പോൾ അവർ വരാൻ വേണ്ടി കുറച്ച് ഒരു 5-10 മിനിറ്റ് ആവും. കാറിന് അവിടെ ദൂരെ കൊണ്ടുപോയി പാർക്ക് ചെയ്യണം. അപ്പോൾ ഞാനും അമ്മവും ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അധികം ലഗേജൊന്നും ഇല്ല, അതായത് 2 ദിവസത്തെ ഇതുള്ളൂ. അപ്പോൾ അത്യാവശ്യം വേണ്ട ഒരു ഡ്രസ്സുള്ളൂ. പിന്നെ ഞാൻ കിറ്റിൽ നമുക്ക് രാത്രി കഴിക്കാനുള്ള ഫുഡും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി അപ്പോൾ ട്രെയിനിൽ നിന്ന് കഴിക്കാമെന്ന് കരുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ട്രെയിൻ നമ്മൾക്ക് പോകാനുള്ളതല്ല, അപ്പോൾ അടുത്തതാണ് കേട്ടോ നമ്മളുടെ. അപ്പോൾ കുറേ പേര് പാസഞ്ചേഴ്സൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതേ അങ്ങനെ നമ്മളുടെ ട്രെയിൻ വന്ന് ഞാനും അമ്മവും പിന്നെ ഞങ്ങളത് എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. ഈ സൈഡിലുള്ള ഇതാണ് ബെർത്തൊക്കെയാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതേ എനിക്ക് കിടക്കാൻ പോകുന്നത്. അപ്പോൾ മേളിലത്തെ റൂം ഇതുണ്ട്, മേളിലത്തെ ഈ സൈഡിലെ കംപ്ലീറ്റ് ഉണ്ട് നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ ഒരാൾക്കുള്ളത് കിട്ടിയില്ല, പക്ഷേ ഉണ്ണിക്ക് കിട്ടിയില്ല. പക്ഷേ എന്നാലും അവിടെ സീറ്റ് ഒഴിഞ്ഞെടുക്കുന്നുണ്ട് നമുക്ക് ഇരിക്കുന്നതിൻ്റെ അവിടെ. അതേ അമ്മ സുഖമായിട്ട് ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് നോക്കി. അങ്ങനെ നമ്മൾ പിന്നെ രാത്രി പിന്നെ നമ്മൾ സുഖമായിട്ട് കിടന്നിട്ട്. അപ്പോൾ ഉണ്ണിക്ക് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു ബെർത്ത് ഒഴിവുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണി പിന്നെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നു. അപ്പോൾ ഞാനും ഉണ്ണിയും താഴെയാണ് കിടന്നത്, താഴെയുള്ള സീറ്റിലാണ് കിടന്നത്. അവർ രണ്ടുപേരും മേളിലത്തെ ബെർത്തിലും ഒക്കെ ആയിട്ട് കിടന്നു. അപ്പോൾ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടാണ്. പിന്നെ നമ്മൾ രാത്രി കറക്റ്റ് സമയം വീട്ടിൽ വെച്ചും ഉറങ്ങുന്നതിലും കുറച്ച് നേരത്തെ നമ്മൾ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തിട്ടോ. പിന്നെ ഇലക്ഷനും അതിൻ്റെ തിരക്കും ഓട്ടോ ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ട് ഉറങ്ങി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സമയം വെളുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സമയം നോക്കിയപ്പോൾ ഒരു 5:35 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്ന് ജസ്റ്റ് ഇങ്ങനെ നല്ല രസമാണ് നമുക്ക് രാവിലെ തന്നെ ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്നത്, ഇങ്ങനെ മലകൾ പോകുന്ന ആ സ്ഥലത്തൊക്കെ ഇങ്ങനെ നിറയെ മലകൾ കുന്നുകളും അതിൻ്റെ അരികത്ത് ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്ന ആ കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഈ തമിഴ്നാട് ആ സൈഡൊക്കെ പോകുമ്പോൾ. ഇപ്പോൾ പിന്നെ തമിഴ്നാട് കുറച്ച് ടച്ച് ചെയ്തിട്ടേ പോകുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് തന്നെ നമ്മളിപ്പോൾ നേരം വെളുത്തപ്പോൾ കർണാടകയിലേക്ക് കടന്നിട്ടോ. അതിപ്പോൾ തമിഴ്നാടൊക്കെ നമുക്ക് ശരിക്കും കാണാൻ പറ്റിയില്ല, ഇരുട്ട് വെളുപ്പിനെ ആയതുകൊണ്ട്. അപ്പോൾ പിന്നെ
തമിഴ്നാട്ടിലെ ഓരോ വീടുകളും എല്ലാം കുറേ ടച്ചുള്ളതാണ് കർണാടകയിലോട്ട്. കാരണം തമിഴ്നാട്ടിലെ ഓരോ വീടുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ഇങ്ങനെ അതിന് സെൻസൈഡൊന്നുമില്ല. നമ്മളുടെയൊക്കെ കേരളത്തിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻസൈഡൊക്കെ പല രീതിയിൽ നമ്മൾ ഇങ്ങനെ വാർത്ത് വെച്ച് എത്രയോ ചിലവും ഇതൊക്കെ. പക്ഷെ അവിടെയൊക്കെ എല്ലാം സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഫ്ലാറ്റുകൾ അങ്ങനെയൊന്നും പോകുന്ന വഴിക്ക് അത് റെയിൽവേയുടെ അരികായതുകൊണ്ടായിരിക്കാം കണ്ടില്ല. പിന്നെ കാണുന്നത് ഇങ്ങനെ വലിയ മലകളും ഇതൊക്കെ ഉണ്ട്, നോക്കത്താ ദൂരം വരെ നിൽക്കുന്ന മലകളും ഇതൊക്കെയാണ്. പിന്നെ അവിടെ ഉള്ളത് ഇതുപോലത്തെ തണൽ മരങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ, ഇങ്ങനെ കട്ട കുത്തി ഇലകളൊക്കെ ഉള്ളത്. അപ്പോൾ പിന്നെ കൃഷിയിടങ്ങളും ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. രാവിലെ തന്നെ സൂര്യൻ ഉദിക്കുന്ന ഒരു സമയവും ആളുകൾ തിരക്കിട്ട് ജോലിക്ക് പോകുന്നത് ഇതൊക്കെ ഇങ്ങനെ കാണാം. പിന്നെ ഇവിടെയൊക്കെ കൃഷികളും കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അടുത്ത് തന്നെ വലിയ മലകളും കാണുന്നുണ്ട് കേട്ടോ. പിന്നെ അവർക്ക് ആ വെള്ളം, കൃഷിയിടത്തേക്കുള്ള വെള്ളം അതൊക്കെ ഒന്ന് എങ്ങനെയാണ് അവർ എത്തിക്കുന്നതെന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിട്ടാ ട്രെയിനിലിരുന്നിട്ട്. അപ്പോൾ കുറേ അങ്ങോട്ട് ചെല്ലുമ്പോൾ പിന്നെ മലകളൊക്കെ ഇങ്ങനെ വിജനമായി നോക്കത്താ ദൂരത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതേ കണ്ടില്ലേ ഇവിടെ നിറയെ പാറക്കൂട്ടങ്ങൾ ഇതൊക്കെ. അങ്ങനെ അതങ്ങോട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ബാംഗ്ലൂർ, കർണാടകയിലേക്ക് കഴിഞ്ഞ് പിന്നെ സിറ്റിയിലേക്ക് കടന്നിട്ടാ. അപ്പോൾ ബാംഗ്ലൂർ പോയപ്പോൾ കുറേ സ്റ്റേഷനുണ്ട്. അപ്പോൾ ഈ സ്റ്റേഷനിൽ നോക്കിയപ്പോൾ ഒരുപാട് തിരക്കുണ്ടായിരുന്നു കേട്ടോ. നിറയെ ആളുകൾ ഇങ്ങനെ പല രാവിലെ ജോലിക്ക് പോകുന്നവർ ഇതൊക്കെ ആയിരിക്കാം. ഇങ്ങനെ നിറയെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. പല ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഇവർ. അപ്പം ഇനി നമ്മളൊരു 8:15 ആകുമ്പോൾ നമ്മളുടെ സ്റ്റേഷനിൽ എത്തും കേട്ടോ. നമ്മളവിടെ ബാംഗ്ലൂർ സിറ്റിയിലാണ് നമ്മൾ ഇറങ്ങുന്നത്. കണ്ടോ ഇപ്പോൾ ഇവിടെ സിറ്റിയിലേക്ക് കടന്നപ്പോൾ ഇവിടെ ധാരാളം ഫ്ലാറ്റുകളും ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ബാംഗ്ലൂർ എത്താറായപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നോക്കിയപ്പോൾ ഒരു സൈഡിൽ നിറയെ ഫ്ലാറ്റുകളൊക്കെ, തിങ്ങിയ ഫ്ലാറ്റുകളൊക്കെ. അപ്പോൾ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ചേരി പ്രദേശം പോലെയുള്ള ഒരു സ്ഥലമുണ്ട്. ഇത് നിറയെ കുടിലുകളാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാം മേൽഭാഗമാണ് നമ്മൾ ആ കാണുന്ന ഷീറ്റും. പിന്നെ ആളുകളൊക്കെ കുപ്പികളൊക്കെ അതിൻ്റെ മേലെ എറിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്കാണ് വന്ദേ ഭാരത് പോകുന്നത് ഒന്ന് ഷൂട്ട് ചെയ്തത്. വന്ദേ ഭാരത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നേരിട്ട് ആദ്യമായിട്ട് കാണുന്നത്. ഒന്ന് കയറാൻ ഇതുവരെ പറ്റിയിട്ടില്ല. എപ്പോഴും ഓർക്കൊന്ന് വന്ദേ ഭാരതിൽ കയറണമെന്ന്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ബാംഗ്ലൂർ വെച്ച് കാണാൻ പറ്റി നല്ല ഓറഞ്ച് കളറിൽ ഇതായിട്ട്. ഇപ്പം ഇവിടെ ഫ്ലൈ ഓവറൊക്കെ വർക്ക് നടക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ. അപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഓണത്തിൻ്റെ സമയത്ത് വന്നപ്പോഴും ഇവിടെയൊക്കെ ഇങ്ങനെ നിറയെ വർക്ക് നടക്കണ്ടായിരുന്നു. അപ്പോൾ ഇനി എല്ലാവരും ഇറങ്ങാനാണ്. ഇപ്പം നമ്മളുടെ സ്റ്റേഷനിലെത്തി. നമ്മൾ അവിടെ മജസ്റ്റിക്കിലാണ് നമ്മൾ ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ബാംഗ്ലൂർ സിറ്റിയിലാണ് നമ്മൾ. അവിടെ നല്ല തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. 24 മണിക്കൂർ ഇങ്ങനെ നിറയെ ഇവിടെ ജനത്തിരക്കായിരിക്കും. പിന്നെ കണ്ടില്ലേ ഇവിടെ ട്രെയിനൊക്കെ കിടക്കുന്നത്, എത്ര ലെയറായിട്ടാണ് ഇവിടെ ട്രെയിനുകളൊക്കെ നിറയെ കിടക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പോൾ കുറേ നടക്കാല്ലേ നമുക്ക് അങ്ങോട്ട് ഇറങ്ങുന്നത്. പിന്നെ അവിടെ എത്തുമ്പോഴാണ് പിന്നെ നമ്മളെ ഓട്ടോക്കാരും ടാക്സിക്കാരും ഒക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാൻ. ഇനി നമ്മളവിടെ എത്തിയിട്ട് നമ്മൾ റൂമൊന്നും ഇപ്പോൾ ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് വേണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഓണത്തിന് വന്നപ്പോൾ നമ്മൾ താമസിച്ച ആ റൂം എന്തായാലും അവിടെ നോക്കാം. നല്ല റൂമായിരുന്നു കേട്ടോ, നല്ല ഹോട്ടലായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പോകട്ടെ ഇറങ്ങി നടക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബാംഗ്ലൂരിലൊക്കെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കിട്ടാം. അപ്പോൾ നമ്മൾ എത്ര കണ്ടാലും നമ്മൾ എത്ര ദിവസം നിന്നിട്ടുണ്ടെങ്കിൽ ആ കാഴ്ചകൾ തീരുമല്ലോ. പിന്നെ ഒരുപാട് പർച്ചേസിങ് ഇതൊക്കെ. ഇവിടെയൊക്കെ ഈ ബ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ നിറയെ കച്ചവടങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കും നമ്മളുടെ അവിടെ ലുലുവിൻ്റെ അവിടെയൊക്കെ ചെറിയ സെറ്റപ്പ് അല്ലേ ഉള്ളൂ. പക്ഷേ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ വീതിയിൽ ഇങ്ങനെ 2 സൈഡിൽ ഇങ്ങനെ കച്ചവടങ്ങൾ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അധികം വിലയൊന്നുമില്ല, കുറഞ്ഞ റേറ്റിനൊക്കെ നമുക്ക് ഷൂ, ബാഗുകൾ അതൊക്കെ കിട്ടും കേട്ടോ. പിന്നെ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഏകദേശം ആ ഒരു റേറ്റിൻ്റെ ഇതൊക്കെ കാണുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ഈ സ്റ്റാൻഡിൻ്റെ അങ്ങോട്ട് കടന്നിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ആ സൈഡിൽ കുറേ ഹോട്ടലൊക്കെ കാണാം. അപ്പോൾ നമ്മൾക്ക് കല്യാണം എപ്പോഴാണെന്ന് വെച്ചാൽ ഇന്ന് വൈകിട്ടാണ് കേട്ടോ കല്യാണം. അപ്പോൾ വൈകിട്ട് ആണ് നിക്കാഹ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മഗ്‌രിബ് കഴിഞ്ഞിട്ടൊക്കെയാണ് റിസപ്ഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടുത്തെ ബാംഗ്ലൂർ പാലസിൻ്റെ അവിടുത്തെ ഓഡിറ്റോറിയം അവിടെ വെച്ചിട്ടാണ് നമ്മൾക്ക് കല്യാണം ഉള്ളത്. അപ്പോൾ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമ്മളിനിയിപ്പോൾ ഒരു റൂം എടുത്ത് നമ്മൾ ഫ്രഷ് ആയിട്ടൊക്കെ ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അതിൻ്റെ വിശേഷങ്ങളും പിന്നെ കല്യാണത്തിന് വേണ്ട വിശേഷങ്ങളും
വിശേഷങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.